കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പ്രതിഷേധ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചെറിയ തോതിൽ ലാത്തിചാർജുമുണ്ടായി. അരമണിക്കൂറോളം പോലീസും സമരക്കാരും ബലപ്രയോഗവും നടന്നു. ഇത് അരമണിക്കൂറോളം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. രാവിലെ 11 മണിക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസായ കണ്ണൂർ കാൽടെക്സിലെ ബാഫക്കെ സൗധത്തിന് മുൻപിൽ വെച്ചാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടയുകയായിരുന്നു. ഇതിനുശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 2 വട്ടമാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. ഇതേ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ധർണാ സമരം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ, ജനറൽ സെക്രട്ടറി PC നസീർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ടൗൺ SI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ലോകനാഥ് ബെഹ്റ ഇടത്തും നിന്ന് അതിന്റെ നടുവിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ ആ പിണറായി വിജയന് കാപ്പി കൊണ്ടുകൊടുക്കുന്ന പണി പൂരം കലക്കിയായ ADGP ആണ് എന്ന് കേരളം ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. അങ്ങനെ പൂരം കലക്കികളും കലാപകാരികളും കേരളത്തിന്റെ ചുക്കാനേറ്റെടുക്കുകയാണ്. 2023 തൃശ്ശൂരിൽ RSSന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന പഠന ശിബിരം നടക്കുമ്പോൾ ADGP തന്റെ ഔദ്യോഗിക വാഹനം ഗ്രാൻഡ് ഹയാത്തിൽ നിർത്തിയിട്ട് RSSന്റെ വിദ്യാമന്ദിറിന്റെ ത്രിദിന പഠന ശിബിരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ദത്താത്രേയ ഹൊസബല്ലയുമായിട്ട് ചർച്ച നടത്താൻ ADGP പോവുകയാണ്. ആ ADGPയെ ദത്തുപുത്രനെ പോലെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാണം കെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അദ്ദേഹം പിന്നീട് 2023 കഴിഞ്ഞ് 2024 തൃശ്ശൂർകാരുടെ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. രാത്രിയിൽ ആ തൃശ്ശൂരിലെ പൂരം കലക്കാൻ വേണ്ടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ചുക്കാൻ പിടിച്ചപ്പോൾ പൂരനഗരി സംഘർഷഭരിതമായപ്പോൾ നാട്ടുകാർക്കാർക്കും പ്രവേശനമില്ലാത്ത, രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനമില്ലാത്ത പൂരം നഗരിയിലേക്ക് 2 പേരാണ് വന്നത്. ഒന്ന് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന കേരളത്തിലെ സകലമാന RSSന്റെ പോക്കിരിത്തരത്തിന്റെ പിന്നിലെ കാക്കി ട്രൗസർ ഇട്ട പെരുങ്കുണ്ടയായ വത്സൻ തില്ലങ്കേരിയെ പൂരനഗരിയിലേക്ക് കടത്തിവിട്ടത് എങ്ങനെയാണ്? ഈ സേവാഭാരതി എന്ന് പറയുന്ന ആംബുലൻസിലാണ്. പകലിലൊന്നും തൃശ്ശൂരിൽ ഇല്ലാതിരുന്ന സുരേഷ് ഗോപി രാത്രിയിൽ പൂരം കലക്കാൻ വേണ്ടി തൃശ്ശൂർ നഗരത്തിലേക്ക് കയറി ചെന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ, നിങ്ങൾ മറുപടി പറയണമെന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ ആവശ്യപ്പെടുക. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാറിന്റെ ഓണം, സെഞ്ചുറിയുടെ ഓണം. സെഞ്ചുറി ഫാഷൻ സിറ്റി.